കറികൾക്ക് രുചിയും മണവും കൂട്ടുന്ന ഗരം മസാല ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസാലക്കൂട്ട് ഉണ്ടാക്കുന്നതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകം 6 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 2 ടേബിൾ സ്പൂൺ, ഏലക്ക 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, തക്കോലം 3 എണ്ണം, ജാതിപത്രി 2 ചെറിയ പീസ്, ജാതിക്ക വലിയ ഒരെണ്ണത്തിൻ്റെ പകുതി, കറുവപ്പട്ട 3 ഇഞ്ച് വലിപ്പമുള്ള 4-5 മീഡിയം പീസ്, വഴനയില ചെറിയ ഒരെണ്ണം. മസാലകൾ ഒന്ന് വറുത്തെടുക്കാനായി ഒരു പാൻ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ആദ്യം മൂപ്പ് കൂടുതലുള്ള കറുവപ്പട്ട ഇടാം. മസാലകളുടെ മൂപ്പ് വ്യത്യാസമുള്ളതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചേർക്കാൻ പോകുന്നത്. ഏകദേശം 20 സെക്കൻഡ് വ്യത്യാസത്തിലാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. അടുത്തതായി പെരിഞ്ജീരകവും കുരുമുളകും ഇടാം. മസാലക്കൂട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോഴതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഏലക്കയും ഗ്രാമ്പൂവും കൂടി ഇടാം. ഇത് രണ്ടും പെട്ടെന്ന് മൂത്ത് കിട്ടും. അതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാനായി വറക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുത്തതായി തക്കോലവും വഴനയിലയും കൂടി ഇടാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് ജാതിപത്രിയും ജാതിക്കയുമാണ്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മസാലകൾ മൂത്ത് വരാനുള്ള സമയവ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നായി ചേർത്തത്. കാരണം ജാതിക്കയും ജാതിപത്രിയും ഒക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് നേരത്തെ മറ്റു മസാലകളുടെ കൂടെ ചേർത്താൽ മൂപ്പ് കൂടുമ്പോൾ കരിഞ്ഞു പോകാനും കയ്പ്പ് വരാനും സാധ്യതയുണ്ട്. ഇപ്പം മസാലകളുടെ നല്ല വറുത്ത മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഉടൻ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ശേഷം പൊടിയുടെ ചൂട് പൂർണ്ണമായും മാറിയിട്ട് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്താൽ ഈ മസാലക്കൂട്ട് കേടാകാതെ മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനാവും. ഞങ്ങളുടെ വീഡിയോകളിലെല്ലാം ഉപയോഗിക്കാറുള്ളത് ഈ മസാലക്കൂട്ട് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.